നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കാൻ കഴിയുന്നതുമായ ദൈവവചനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സ്വീകരിക്കുക വിനയപൂർവം. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ സ്വഭാവം വെറുപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം അവൻ സ്നേഹമാണ്. എന്നാലും 1000 കൃപയില്ലാത്തവൻ അവിടെ വന്ന് നിന്നാലും, 1000 അവിശ്വാസി നിങ്ങളുടെ മുമ്പിൽ നിന്നാലും, നിങ്ങളുടെ ആന്തരിക തലങ്ങളിൽ ആത്മാവിന് ബലമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അതെല്ലാം എന്ത് ചെയ്യും? കീഴടങ്ങുക. ഓരോ വീടിൻ്റെയും തെരഞ്ഞെടുക്കപ്പെട്ട മോശയ ആ വീട്ടിലെ അപ്പൻ. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആ വീട്ടിലെ അമ്മ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 21-ാമതൊരു വചനമുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും. എല്ലാവരും ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ പരതിക്കൊണ്ടിരിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പം ഇത് എഴുതണമെന്നൊന്നുമില്ല, നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നാണ്, അല്ലേ, പ്രസംഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ പറയുകയാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വചനം. ആകയാൽ, ഒന്നുകൂടെ വായിച്ചു. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും. നിങ്ങളിൽ ചിലരൊക്കെ കുനിഞ്ഞിരിക്കുക. നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കാൻ കഴിയുന്നതൊമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കും. അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിയേ, നേരെ നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മളിൽ വചനം എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ട ബൈബിളിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നമ്മളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വചനം പാകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിൽ എന്തുണ്ട്? നമ്മളിൽ ആരുണ്ട്? നമ്മളിൽ വചനമുണ്ട്. വചന യേശുവാണ്. പക്ഷെ നമ്മളിൽ എന്തുണ്ട്? വചനത്താൽ പാകപ്പെട്ടവരാണ് ആരും? ഞാനും നിങ്ങളും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ആരിലുണ്ട്? ദൈവത്തിലുണ്ടത്. ആരിലുണ്ട്? എന്നിലുണ്ട്. ഇനി പറഞ്ഞു വരുന്നത് എന്നാന്നറിയോ? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 19-ാമത്തെ തിരുവചനം വായിച്ചേ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട്. അന്ന് നിർത്തി വായിച്ച്. എന്തെന്നാൽ അവനിൽ നിന്ന് ആരിൽ നിന്ന്? യേശുവിൽ നിന്ന് എന്ത് ചെയ്തു? ശക്തി പുറപ്പെട്ടു. എല്ലാവരെയും എന്ത് ചെയ്തിരുന്നു? സുഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഓർക്കണം, വചനത്താൽ പാകിയിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളിൽ നിന്നും എന്ത് ചെയ്യണം? സത്യത്തിൽ എന്നിൽ പാകിയിരിക്കുന്ന ദൈവവചനം, എന്നിൽ പാകിയിരിക്കുന്ന ദൈവകൃപ, ഇതൊന്ന് ഉജ്ജ്വലിക്കാൻ വേണ്ടി നമ്മളൊന്ന് പഠിച്ചു തുടങ്ങും പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ തിരുവചനത്തിൽ ആയിരക്കണക്കിന് വചനങ്ങൾ, വാഗ്ദാനങ്ങൾ പറഞ്ഞിരിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ൽ 19, 20 വചനം അവിടെ ഇങ്ങനെ പറയുന്നേ: നിങ്ങളിൽ 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് നിങ്ങളുടെ മധ്യത്തിൽ ആരുണ്ടായിരിക്കും? ക്രിസ്തു ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരുണ്ടാകണം? പക്ഷേ നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ,
ഉള്ള ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റാതെ നമ്മൾ വെളിയിൽ കൂടെ എല്ലാം പരതിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒന്നുമില്ലെങ്കിലും എന്ത് ചെയ്യും? നിങ്ങളുടെ അടിമത്തം ഒന്ന് മാറട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ശരിക്കും യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കാൻ കഴിയുന്നതുമായ ദൈവവചനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സ്വീകരിക്കുക വിനയപൂർവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഇത്തിരി മുമ്പേ റജിയച്ചൻ ഒരു കാര്യം പറഞ്ഞു. 2 മക്കാബിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ കരങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നതോടൊപ്പം പിന്നെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യാണ്? ശരിക്കും ജെറമിയായുടെ ഖഡ്ഗം ആകാശത്തു നിന്ന് കിട്ടുകയാണ്. സത്യത്തിൽ നമ്മൾ ഓർക്കണം, ആ യുദ്ധം ചെയ്യുന്നവനിൽ തന്നെ കൃപയുടെ ഒരു അഭിഷേകം അവനിൽ ഉജ്ജ്വലിച്ചിട്ടുണ്ട്. അവൻ യുദ്ധം ചെയ്യുന്നത് അവന് വേണ്ടിയല്ല, ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം അവൻ്റെ ആന്തരിക തലങ്ങളിലുണ്ട്. നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ പാകിയിരിക്കുന്നതും ലഭിച്ചതുമായ നിധി എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താണ്? ജീവിതകാലം മുഴുവനായിട്ട് നമ്മുടെ പ്രശ്നവും മാറുന്നില്ല, നമ്മുടെ പ്രതിസന്ധിയും മാറുന്നില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 6:19 നമ്മൾ കേട്ടു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൻ അനേകരെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ശരിക്കും നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അർപ്പിച്ച വിശുദ്ധ കുർബാന, ഈ വിശുദ്ധ കുർബാനയിൽ ദൈവത്വത്തിൻ്റെ മുഴുവൻ പൂർണ്ണതയുമുണ്ട്. ഈ വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ചാൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നിൽ സ്വർഗം മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറങ്ങി വന്നിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ മുഴുവൻ കൃപകളും എൻ്റെ മേൽ ദൈവം ഈ വിശുദ്ധ കുർബാനയിലൂടെ എന്ത് ചെയ്തു? വർഷിച്ചു. ഗലാത്യ 5:1, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? മോചിപ്പിച്ചിരിക്കുന്നു. ഒന്ന് വായിച്ച വചനം, ഗലാത്യ ലേഖനം. വായിക്കാനേ പറഞ്ഞുള്ളൂ, എഴുതാൻ പറഞ്ഞില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വചനം വായിച്ച് കേൾക്കാം. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു. പിന്നെ അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടെ നിൽക്കുവിൻ. പിന്നെ അടുത്തത്, അടിമത്തത്തിന്റെ നുകത്തിന് നിങ്ങൾ ഇനിയും വിധേയരാകരുത്. പ്രിയപ്പെട്ടവർ, അനേകം അടിമത്തങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? ചിന്തിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയമാണ്, മൊത്തം ഭയമാണ്. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 9-ാമത്തെ വചനം, നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. കാരണം മോശ അവൻ്റെ മേൽ എന്ത് ചെയ്തിരുന്നു? കൈവച്ചിരുന്നു. ഒരു കൈവെപ്പ്. സത്യത്തിൽ നമ്മൾ ഓർത്തേ, മാമോദീസ എന്ന് പറയുന്ന വലിയ ദൈവകൃപ, ആ ദൈവകൃപയിൽ ഒരു വിശുദ്ധന്റെ നാമത്തിൽ നമ്മുടെ നെറ്റിയിൽ മുദ്ര കുത്തിയിട്ടുണ്ട്. പരിശുദ്ധ മൂറോനാൽ നമ്മളെ മുദ്ര കുത്തിയിട്ടുണ്ട്. അടുത്തത്, പരിശുദ്ധ കുർബാന എന്ന ജീവവൃക്ഷത്തിൻ്റെ ആ അപ്പം നമുക്ക് അന്നേ തന്നതാ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാമോദീസായിലൂടെ തന്നെ ഈ ഭൂമിയെ കീഴടക്കാനുള്ള എല്ലാ ദൈവകൃപകളും നമ്മുടെ ആത്മാവിൽ സ്വർഗം വർഷിച്ച് കഴിഞ്ഞു. പക്ഷേ സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? തിരിച്ചറിയാൻ പറ്റുന്നില്ല. റോമ 8:1, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ഒരു മനുഷ്യൻ എന്തില്ല? ശിക്ഷാവിധിയില്ല. നമ്മളിൽ പാകിയിരിക്കുന്ന ദൈവത്വം ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? മറ്റ് തലങ്ങളെല്ലാം വിട്ടുമാറിപ്പോകും. റോമ 12 1, 2, 3 വചനം, റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1, 2, 3 വചനം. അവിടെ ഇങ്ങനെയാ പറയുന്നേ, ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുന്നു. ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമുക്കുള്ളത് തമ്പുരാനൊന്ന് സമർപ്പിച്ചേ. ഈ ഭയമൊക്കെ ഒന്ന് വിട്ടുപോട്ട്. എന്നിട്ട് അടുത്ത വചനം വായിച്ചേ.
ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അടുത്ത വചനം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. പിന്നെ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ധ്യാനഗുരുവിന് അറിവ് നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് കഴിയുന്ന പറഞ്ഞിരിക്കുന്നത്. നല്ലതും പരിപൂർണതും എന്താണെന്ന് വിവേചിച്ചറിയാൻ ആർക്ക് സാധിക്കും? ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന് സാധിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി, നമ്മുടെ ശരീരങ്ങളും, കാരണം ഈ ശരീരത്തിൽ നിന്ന് എല്ലാ ദൈവകൃപകളും പൊട്ടിപ്പുറപ്പെടേണ്ടതാണ്. ഒരു രോഗം വന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? നമ്മൾ പെട്ടെന്ന് ഭയന്നു പോവുക. ഈ ഭയക്കുന്നത് വഴി തന്നെ എന്ത് ചെയ്യണം? ആ സാധനം നമ്മളെ എന്ത് ചെയ്യും? കീഴടക്കും. ഒറ്റ ഭയം മതി. ചെറിയ രോഗമാണെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മളെ കീഴടക്കും. ഇനി സത്യത്തിൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സിന് എവിടെയെങ്കിലും ചെറിയൊരു മുറിവേറ്റെന്ന് വിചാരിച്ചു, ചെറിയ രോഗമുള്ളെങ്കിലും അതെല്ലാം നമ്മളിൽ എന്ത് ചെയ്യും? വലുതായിട്ട് വന്നു തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഈ മനസ്സിൻ്റെ തലങ്ങളെല്ലാം എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി തുടങ്ങണം, കഴുകി പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ സ്വഭാവം വെറുപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ഒരു വെറുപ്പ് ഒരു വ്യക്തിയിൽ നിന്ന് കടന്നു വരുന്നുണ്ടെങ്കിൽ, വെറുപ്പിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഉച്ചരിക്കുന്നത് എങ്കിൽ നമുക്കൊരു ഡിസേൺമെൻ്റ് ഉണ്ടാകണം. ഇത് സൈറ്റണിൽ നിന്നുള്ളതാണ്. അതിനെ അപ്പോൾ തന്നെ അതിൻ്റെ വഴിക്ക് നമ്മൾ എന്ത് ചെയ്യണം? വിടണം. വെറുപ്പിൻ്റെ സാധനത്തെ അതിൻ്റെ വഴിക്ക് തന്നെ വിട്ടേക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ് ജീവിതകാലം മുഴുവൻ. എന്നാലും അവൾ പാല് തന്ന കൂടെ പഞ്ചസാര ഇട്ട് തന്നില്ല. അവൾ ചായ തന്നപ്പം എനിക്ക് ഷുഗറാണെന്ന് മനഃപൂർവ്വം പ്രചരിപ്പിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്തില്ല? പിന്നെ ഷുഗർ ഇട്ട് തന്നില്ല. ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മരിക്കുന്നിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെ അതിൻ്റെ വഴിക്ക് വിട്. കാരണം എന്താണെന്നറിയോ? എല്ലാ ദൈവകൃപകളും ഉജ്ജ്വലിക്കേണ്ട നമ്മുടെ തലമുറയിൽ ശരിക്കും തമ്പുരാന് പോലും യഥാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു തലങ്ങളിലേക്ക് മാറിയിരിക്കുക. മറ്റുള്ളവൻ്റെ മാനസാന്തരമാണ് നമ്മുടെ എല്ലാം കയ്യിലത്തെ പ്രധാന ധർമ്മം. അപ്പം ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുകളല്ല മാറേണ്ടിയത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം, നമ്മുടെ മനോഭാവങ്ങൾ മാറണം. ദൈവഹിതം നമുക്ക് തന്നെ വെളിപ്പെടുന്ന ഒരു തലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഉയരണം. ഓരോ ഡിസിഷനും കൃത്യമായിട്ട് എടുക്കാനുള്ള ദൈവകൃപ നമ്മളിൽ സ്വർഗം തന്നിട്ടുണ്ട്, വചനം തന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെളിപ്പെടട്ടെ. ഇനി ചെറിയ വീഴ്ചകളൊക്കെ ചിലപ്പോൾ പറ്റാം. വീഴ്ചകൾ പറ്റിയാൽ പരിശുദ്ധാത്മാവിനോട്, തമ്പുരാനോട് മാപ്പ് ചോദിച്ചാൽ സ്വർഗം എന്ത് ചെയ്യും? ആ വീഴ്ചകൾ പോലും ദൈവകൃപകളാക്കി എന്ത് ചെയ്യും? മാറ്റിത്തരും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആന്തരിക തലങ്ങളിൽ കിടക്കുന്ന ചില അഹങ്കാരമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 തൊട്ട് 14 വരെയുള്ള വചനം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 തൊട്ട് 14 വരെയുള്ള വചനം അയച്ചു കേൾക്കാം. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും, നമ്മളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവനോട് അവൻ ഈ ഉപമ പറഞ്ഞു. അവൻ ഒരു കഥ പറഞ്ഞു തുടങ്ങി, ഒരു ഉപമ പറഞ്ഞു തുടങ്ങി. വായിച്ചേ. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. എത്ര പേരാ പോയേ? 2 പേർ. വചനപ്രകാരം 2 പേരുടെ മധ്യത്തിൽ ആരുണ്ടാകണം? ക്രിസ്തു ഉണ്ടാകണം. പക്ഷെ 2 പേരുടെ ആന്തരിക തലങ്ങൾ എങ്ങനെയാണെന്ന് ഇവിടെ പഠിപ്പിക്കുക. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. പിന്നെ വായിച്ചു. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനുമായിരുന്നു. പിന്നെ ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു? നന്ദി പറയുന്നു. പിന്നെ എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. പിന്നെ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. പിന്നെ ഞാൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. പിന്നെ ആ ചുങ്കക്കാരനാകട്ടെ
ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. കണ്ടോ, സത്യത്തിൽ എന്ത് ചെയ്യുന്നു? അവൻ ഉപവസിച്ചുമില്ല, ദശാംശം കൊടുത്തുമില്ല, പള്ളിയിൽ പോയുമില്ല. പക്ഷേ അവൻ്റെ ആന്തരിക തലങ്ങളിൽ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. കർത്താവേ, പാപിയായ എന്നിൽ എന്ത് ചെയ്യണം? ഒന്ന് കനിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, മുമ്പന്മാരായ പലരും ആരായിത്തീരും? പിമ്പന്മാരായിത്തീരും. പിമ്പന്മാരായ പലരും ആരായിത്തീരും? മുമ്പന്മാരായിത്തീരും. നമ്മളെ തിരുവട്ടം വായിച്ചൊരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ യേശു കടന്നു പോകുമ്പോൾ ചുങ്കസ്ഥലത്ത് വെച്ച് മത്തായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എന്ത് ചെയ്യാണ്? വിളിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 തൊട്ടുള്ള തിരുവചനം വായിച്ച് കേൾക്കാം. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. കണ്ടോ, അവന് മത്തായി എന്നൊരാളേ ഉള്ളൂ. അവന് വേറെ വലിയ അഡ്രസ്സൊന്നുമില്ല. ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. പിന്നെ യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക. പിന്നെ അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും ഭക്ഷണത്തിനിരുന്നു. പിന്നെ ഫരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അടുത്തത് ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഈ ചുങ്കക്കാരൻ മത്തായിയുടെ എല്ലാ ചരിത്രങ്ങളും, പിന്നെ അവൻ്റെ തിയോളജിയും അവൻ്റെ ദൈവശാസ്ത്രവും, പിന്നെ അവൻ്റെ മുമ്പും പിമ്പും എല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ കാണുന്നത് ഈ ചുങ്കക്കാരൻ മത്തായി ഒരു അപ്പോസ്തലനായി, അവനൊരു സുവിശേഷകനായി, അവനൊരു പ്രവാചകനായി, അവനൊരു രക്തസാക്ഷിയായി. ക്രിസ്തു കണ്ടപ്പോൾ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ഈ ചുങ്കക്കാരൻ മത്തായി ഒരു ചുങ്കസ്ഥലത്ത് നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഒരു റൗഡി, പക്ഷേ അവനിൽ കിടക്കുന്ന ദൈവത്വത്തെ ആന്തരിക നേത്രങ്ങൾ തുറന്നിരുന്ന ക്രിസ്തുവിന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റി. അതുകൊണ്ടല്ലേ അവൻ പിന്നീടൊരു സുവിശേഷകനായി മാറി, അവൻ പിന്നീടൊരു അപ്പോസ്തലനായി മാറി, അവൻ പിന്നീടൊരു രക്തസാക്ഷിയായി മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മളിലെ ദൈവത്വം ഉണരണം. നമ്മളിലെ ദൈവത്വം ഉണരണമെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വചനമാണ് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 തൊട്ട് 16 വരെയുള്ള വചനം വായിച്ചു. അമലേക്യർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. പിന്നെ അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. പിന്നെ ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുക്കാം. പിന്നെ മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. പിന്നെ മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. പിന്നെ മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മോശ എന്ന് പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ കരങ്ങൾ ഉയർത്തി പിടിച്ചപ്പോഴെല്ലാം എന്ത് ചെയ്യണം? ഒരു സമൂഹം വിജയിച്ചുകൊണ്ടിരുന്നു. അടുത്തത് കരങ്ങൾ താഴ്ത്തിയപ്പോൾ എന്ത് ചെയ്തു? അമലേക്യർക്കായിരുന്നു വിജയം. പിന്നെ മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ലു നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. പിന്നെ സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ എന്ത് ചെയ്തിരുന്നു? ഉയർന്നു തന്നെ നിന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശക്തി മുഴുവൻ പുറപ്പെടുന്നത് ഓരോ വ്യക്തിത്വങ്ങളിലൂടെയാണ്. ഓരോരുത്തരോട് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇതുപോലെയാ ഓരോ വീടിൻ്റെയും തെരഞ്ഞെടുക്കപ്പെട്ട മോശയാ ആ വീട്ടിലെ അപ്പൻ. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആ വീട്ടിലെ അമ്മ, ആ വീട്ടിലെ മക്കൾ. സത്യത്തിൽ നിങ്ങളുടെ പ്രതിസന്ധിയുടെ കെട്ടുകൾ അഴിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം പറഞ്ഞു തുടങ്ങണം, സ്തുതിക്കാൻ തുടങ്ങണം.
ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങണം. നമുക്ക് ആദ്യമായിട്ട് കിട്ടേണ്ട ഒരു ബോധ്യമാണ്, എന്നിൽ പാകിയിരിക്കുന്ന വചനം, പാകിയിരിക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രത്യേകത അതൊരിക്കലും നമ്മളിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, പരാജയപ്പെടത്തില്ല. പ്രിയപ്പെട്ടവർ, റോമ 9:6, ദൈവവചനം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പരാജയപ്പെടത്തില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും വചനത്താൽ പാകപ്പെട്ടവരാണെങ്കിൽ, അങ്ങനൊരു ബോധ്യം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയെ മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും, കീഴടക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27, 28 വചനം, ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. എങ്ങനെ? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ഭൂമിയെ എന്ത് ചെയ്യണം, കീഴടക്കണം. ഭൂമിയെ കീഴടക്കണം. ഈ ഭൂമിയിൽ ഉള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം, ആത്മീയ ചൈതന്യം കൊണ്ട് കീഴടക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആത്മാവിനെ നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം, ഉജ്ജ്വലിപ്പിക്കണം. 1000 കൃപയില്ലാത്തവൻ അവിടെ വന്ന് നിന്നാലും, 1000 അവിശ്വാസി നിങ്ങളുടെ മുമ്പിൽ നിന്നാലും, നിങ്ങളുടെ ആന്തരിക തലങ്ങളിൽ ആത്മാവിന് ബലമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അതെല്ലാം എന്ത് ചെയ്യും, കീഴടങ്ങും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 10-ാമത്തെ വചനം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 10-ാമത്തെ വചനം. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യനും നിന്നെ എന്ത് ചെയ്യും, ഭയപ്പെടും. എന്ന് വായിച്ചത് ആവർത്തന പുസ്തകം 28:10. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കണ്ടോ, ലോകം മുഴുവൻ നിന്നെ എന്ത് ചെയ്യും, ഭയപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നാമം സ്വീകരിച്ചു തുടങ്ങാം. കാരണം ഓൾറെഡി നമുക്കത് മുദ്രയായിട്ട് തന്നെ സ്വർഗ്ഗം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധ മാമോദീസായിൽ ആദ്യത്തെ മുദ്ര കുത്തിയപ്പോൾ തന്നെ ഭൂമിയെ പിശാചിന് എല്ലാം കീഴടക്കാനുള്ള അഭിഷേകം ആ ഒറ്റ കൈവപ്പിലൂടെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നേ. അതുകൊണ്ടല്ലേ 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ രാജകീയ പൗരോഹിത്യ കൃപയുടെ കീഴിലുള്ളവരാ ഞാൻ നിങ്ങളെല്ലാം. അതുകൊണ്ട് നമ്മളിലെ രാജ്യത്വം, നമ്മളിലെ പൗരോഹിത്യം ഇതെല്ലാം ഉണരട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 16-17 വചനം, അവിടെ ഇങ്ങനെയാ പറയുന്നത്, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്, നന്മയും തിന്മയും ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്താവ്. ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ഏതിനെ കണ്ടാലും ഒന്ന് അനുഗ്രഹിക്കുന്നവരായിട്ട് മാറി. നമ്മൾ ആ വചനത്തിൽ കേട്ടതുപോലെ ജീവൻ ഉണ്ടാകട്ടെ നമ്മളൊന്ന് പറഞ്ഞേ. കാരണം ചിന്തയിൽ 4 ശാഖകളുണ്ട്. എന്തൊക്കെയാ? നന്മയുണ്ട്, തിന്മയുണ്ട്, ജീവനുണ്ട്, മരണമുണ്ട്. നമ്മൾ ഇവിടെ ജീവൻ ഉണ്ടാകട്ടെ നമ്മൾ എന്ത് ചെയ്യണം? വാതുറന്ന് പറയണം പ്രിയപ്പെട്ടവരെ. മനസ്സിൽ പറഞ്ഞാൽ ഉണ്ടാകത്തില്ല കേട്ടോ. കാരണം ഇപ്പം നമ്മൾ കേട്ടു, അവനിൽ നിന്ന് ശക്തി, അകത്ത് നിന്നല്ല പറഞ്ഞു, എന്താണ്? അവനിൽ നിന്ന് ശക്തി എന്ത് ചെയ്തു? പുറപ്പെട്ടു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൻ അനേകരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് പുറപ്പെടണം. നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനെയും അനുഗ്രഹിച്ചു തുടങ്ങണം. നമ്മുടെ മക്കളെ നമ്മൾ അനുഗ്രഹിച്ചു തുടങ്ങണം. ഇതല്ലേ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വചനം, പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ എന്ത് ചെയ്തു? കുന്തം കൊണ്ട് കുത്തി നോക്കി. തെറി പറയല്ല ചെയ്ത്, കുന്തം കൊണ്ട് ചങ്കിനിട്ട് എന്ത് ചെയ്തു? ഒരു കുത്തു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു? ഉടനെ അതിൽ നിന്ന് രക്തവും ഒഴുകി, വെള്ളവും ഒഴുകി, ജീവനും ഒഴുകി, ആത്മാവ് ഒഴുകി. പിന്നെ അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തി. എന്താ പറഞ്ഞേ? അവന്റെ സാക്ഷ്യം സത്യവുമാണ്. പിന്നെ നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആന്തരിക തലങ്ങളിൽ നിന്നും
രക്തവും വെള്ളവും ഒക്കെ ഒഴുകട്ടെ, പരിശുദ്ധാത്മാവും ജീവനും നമ്മളിൽ നിന്നും ഒഴുകട്ടെ. അതുകൊണ്ട് ഈ ഭയത്തിൻ്റെ ആത്മാവിനോടെല്ലാം വിട്ടുപോകാൻ പറയണം. മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഈ ഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇരുളും വെളിച്ചവും അതിനകത്തെല്ലാം എന്താണ്, ഇതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളെല്ലാം ഇങ്ങനെ ഞെരുകിക്കൊണ്ടിരിക്കുക. നാളെ എന്താകും, മറ്റന്നാൾ എന്താകും, നിങ്ങളൊന്നും പേടിക്കണ്ട, ഒന്നും ആകുകയില്ല, ഒന്നും ആകുകയില്ല. ഇതുപോലൊക്കെ തന്നെ കാണുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച പുറകോട്ട് നോക്ക്, തലേ ദിവസം പോലെ തന്നെയാണ് പിറ്റേ ദിവസം വരുന്നത്. പക്ഷേ കൃപയുടെ ലോകത്താണെങ്കിൽ പടിപടിയായിട്ട് ഓരോന്നും നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യും, കീഴടങ്ങും. നിങ്ങളൊക്കെ ആർക്കെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കേണ്ട ഒരു ബുക്കാണ് ഈജിപ്തിലെ മറിയത്തിൻ്റെ കഥ, മറിയം ഓഫ് ഈജിപ്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു വേശ്യാ സ്ത്രീയായിരുന്നു ഈ മറിയം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജെറുസലേം തീർത്ഥാടന കേന്ദ്രം കാണാൻ പോകുന്ന മനുഷ്യരെ അവരുടെ കൂടെ പാപം ചെയ്ത് പണം സമ്പാദിക്കുന്ന ആളായിരുന്നു ഈ മറിയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ അവളെ തിരുവചനം സ്പർശിക്കുന്നതും അവൾ തൻ്റെ ഈ മ്ലേച്ഛകരമായ പാപമെല്ലാം വിട്ട് ജീവിക്കാൻ തീരുമാനമെടുക്കുന്നത്. അങ്ങനൊരു തീരുമാനമെടുത്തപ്പോൾ അവൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: പാപം ചെയ്യാതെ ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഒരു മരുഭൂമിയാണ് എന്നുള്ളതാണ്. അവൾ മരുഭൂമിയുടെ ഉൾത്തടങ്ങളിലേക്ക് മാറിത്തുടങ്ങി. അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അവളുടെ ജീവചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: പാപം ചെയ്യാതെ ജീവിക്കണം എന്നൊരു തീരുമാനമെടുത്ത് അവളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് അവൾക്ക് മൃഗങ്ങൾ കൊണ്ട് ഭക്ഷണം കൊടുക്കും. നിസ്സാര മൃഗമൊന്നുമല്ല, സിംഹമൊക്കെ കൊണ്ടാണ് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു ദൈവകൃപയെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലുള്ള വന്യമൃഗങ്ങൾ മുഴുവൻ അവളുടെ മുമ്പിൽ ഒരു അനുസരണയുള്ള കുഞ്ഞുങ്ങളെ പോലെ ആയിത്തുടങ്ങി. ഇനി അവളെക്കുറിച്ച് ചരിത്രം എഴുതിയിരിക്കുന്ന താപസൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: അവൾ ഒരു സമയത്ത് മരിച്ചു. മരിച്ച സമയത്തുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ മനുഷ്യൻ പറയുകയാണ്, അവൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന സിംഹം ഒരു വലിയ കുഴി മാന്തി കുഴിച്ചിട്ട് ഇവളെ അതിനകത്തെടുത്തിട്ട് അടക്കി. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്നറിയോ? എനിക്കും നിങ്ങൾക്കും ദൈവകൃപയുണ്ടെങ്കിൽ നമ്മളെയൊക്കെ നോക്കാൻ ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു വെക്കും. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം: പരിശുദ്ധാത്മാവേ, ദൈവകൃപയുടെ ആത്മാവ് എന്നിൽ എന്ത് ചെയ്യണം, ഉജ്ജ്വലിക്കണം. നമ്മൾ ഓർക്കണം, ദൈവരാജ്യത്തിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് സമ്പന്നരാകണം. ഈ ദൈവരാജ്യത്തിൽ സമ്പന്നനാകാൻ വലിയ കാര്യമായ പരിപാടിയൊന്നും വേണ്ട. വൈരാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം വിട്ടുപോയാൽ മതി. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വിട്ടുപോയാൽ നമ്മളെല്ലാവരും ശിശുക്കളെ പോലെയാകും. കാരണം നമുക്ക് വൈരാഗ്യം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വൈരാഗ്യമില്ലാത്ത ഒരു തലത്തിലേക്ക് നമ്മളൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങണം. അതിനൊരു കൃപ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഫ്രാൻസിസ് സാലസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ തൻ്റെ കോപം വിട്ടുപോകാൻ വേണ്ടി 20 വർഷം പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്, അവൻ സകല തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയായിരുന്നെന്ന്. അനുതാപമൊക്കെ കിട്ടുന്നില്ല, ഹാനോക്കിൻ്റെ മാധ്യസ്ഥമൊക്കെ തേടി ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കണം. പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും? അനുതാപം കിട്ടും. നല്ല കുമ്പസാരം എടുക്കാൻ പറ്റും. ജെറമ്യ 15:19 പറയുന്നത് പോലെ, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെ ആയിത്തീരും. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹിച്ചു തുടങ്ങാം എല്ലാവരെയും. കാരണം നമ്മളിലെ ദൈവത്വം ഉജ്ജ്വലിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. യൂദത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 4 തൊട്ടുള്ള വചനത്തിൽ നമ്മൾ കാണുകയാണ്, അബ്രഹാം പിതാവ്
ബന്ധുക്കളെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് കുലദൈവങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു. കേട്ടതൊരു സ്വരം, അബ്രാം അബ്രാം എന്നുള്ളൊരു വിളി. ആ വാക്കിന് ചെവി കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും അവൻ്റെ ഭാര്യയെപ്പോലും ഉപദ്രവിക്കാൻ ശ്രമിച്ച രാജാവിന് പോലും അവളെ തൊടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. തൊടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തിരികെ പിടിച്ചുകൊണ്ട് പോയവളെ തിരിച്ചു വരെ കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ദൈവകൃപയുള്ളവരായി മാറാൻ പ്രിയപ്പെട്ടവരെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 തൊട്ടുള്ള വചനത്തിൽ നമ്മൾ കാണുകയാണ്. പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്നലെ കൃപ നിറഞ്ഞവളെ നല്ല പറഞ്ഞ്, ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. കാരണം പരിശുദ്ധ അമ്മയിൽ പാകിയിരുന്ന വചനം, പാകിയിരുന്ന ദൈവത്വം നാൾക്ക് നാൾ ഏതാണ്ട് ഒരു 12-13 വയസ്സായപ്പോൾ തന്നെ ഉജ്ജ്വലിച്ച് പുറത്തിയാടി. അതുകൊണ്ടാണ് ഈ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറഞ്ഞത്, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും തമ്പുരാൻ വചനം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, പുറത്തു നിന്നുള്ള ഒന്നിനും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, അശുദ്ധനാക്കാൻ പറ്റത്തില്ല. നമ്മളെ അശുദ്ധനാക്കാൻ നമ്മുടെ ആന്തരിക തലങ്ങളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആന്തരിക തലങ്ങൾ കൂടുതൽ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് തുറന്നു കൊടുക്കാം. നമ്മൾ ഓർക്കണം, ദൈവകൃപ ഒന്ന് നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ യഥാർത്ഥ സംരക്ഷണം എന്ന് പറയുന്നത് ദൈവകൃപയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 34-ാമത്തെ വചനം, ദൈവവചനം ആരുടെ അരികിലേക്ക് കടന്നു വരുന്നു അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. സങ്കീർത്തനം 34:7, ദൈവഭക്തന് ചുറ്റും ദൈവദൂതന്മാർ സംരക്ഷണക്കോട്ട തീർത്തിരിക്കുന്നു. ദൈവകൃപകൾ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ വലിയ ദൈവിക മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. കാരണം ഈ ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും എല്ലാം തകർന്നിട്ടും കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അവൾ ഓടിയില്ല. തകർക്കപ്പെട്ട മുഴുവൻ പേരെയും കൂട്ടിയിരുത്തി സെഹിയോൻ മാളികയിലിരുന്ന് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ ഈ ഭൂമിയിലേക്ക് അവൾ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നു. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ദൈവകൃപയുടെ മുഴുവൻ രഹസ്യങ്ങളും കൃപകളും ഈ ഭൂമിക്ക് ദാനമായി ചൊരിഞ്ഞുകൊടുത്ത ആ പരിശുദ്ധ അമ്മയുടെ ദൈവീക സംരക്ഷണ മാധ്യസ്ഥം നമുക്ക് തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാം.